ഇന്നലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസറുടെ മുമ്പിലേക്ക് ഒരു മാർച്ച് സംഘടിപ്പിക്കുകയുണ്ടായി. ചേവായൂർ സഹകരണ ബാങ്കിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പാനൽ പരാജയപ്പെട്ടതുമായി ബന്ധപ്പെട്ട വെപ്രാളത്തെ തുടർന്നാണ് അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോട് എന്ന നിലയിൽ കോൺഗ്രസ് കോഴിക്കോട് നഗരത്തിൽ കമ്മീഷണർ ഓഫീസ് മാർച്ച് എന്ന പേരിൽ അക്രമവും പേക്കൂത്തുമെല്ലാം അഴിച്ചുവിട്ടത്. ഇവിടെ ആ സമരം ഈ കോഴിക്കോട് നഗരത്തിൽ നടത്തിയ ഈ മാർച്ച് ഉദ്ഘാടനം ചെയ്തത് കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശനാണ്. അദ്ദേഹം ഇന്നലെ പ്രസംഗിച്ചതായി ഇന്ന് മാധ്യമങ്ങളെല്ലാം വന്നിട്ടുള്ള വാർത്ത, കേരളത്തിലെ സഹകരണ ബാങ്കുകളെല്ലാം മാലപ്പടക്കം പൊട്ടുന്നത് പോലെ പൊട്ടിച്ചെതറും, കോൺഗ്രസ് ഒന്ന് വിരലിൽ ഞൊടിച്ചാൽ മതി എന്നാണ് അദ്ദേഹം ഇന്നലെ പ്രസംഗിച്ചതായി മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. മിസ്റ്റർ വി ഡി സതീശൻ ഏത് ലോകത്താണ് ജീവിക്കുന്നത്? കേരളത്തിലെ സഹകരണ പ്രസ്ഥാനം വി ഡി സതീശൻ്റെയും കോൺഗ്രസിൻ്റെയും ഔദാര്യം കൊണ്ട് വളർന്ന് ശക്തിപ്പെട്ട് വന്നതാണോ? ഈ കേരളത്തിലെ ലക്ഷക്കണക്കായ ജനത, കൃഷിക്കാരും തൊഴിലാളികളും ഇടത്തരക്കാരും എല്ലാ മേഖലകളുമായി ബന്ധപ്പെട്ട ജനത പതിറ്റാണ്ടുകളിലൂടെ നടത്തിയ പരിശ്രമത്തിൻ്റെ ഫലമായി ജനങ്ങൾ പടുത്തുയർത്തിയിട്ടുള്ള ഒരു മഹാപ്രസ്ഥാനമാണ് കേരളത്തിലെ സഹകരണ സ്ഥാപനങ്ങൾ. അത് കേരളത്തിലെ ജനങ്ങളുടെ ജീവിതത്തിൻ്റെ അറുത്തുമാറ്റാനാവാത്ത ഭാഗമാണിന്ന്. സഹകരണ സ്ഥാപനങ്ങളെയാണ് കേരളത്തിലെ ജനങ്ങൾ മഹാഭൂരിപക്ഷവും ആശ്രയിക്കുന്നത്. അങ്ങനെ ജനങ്ങൾ ആശ്രയിക്കുന്ന, ജനങ്ങൾ പടുത്തുയർത്തിയ മഹത്തായ സഹകരണ പ്രസ്ഥാനത്തെ മാലപ്പടക്കം പൊട്ടിക്കുന്നത് പോലെ പൊട്ടിക്കും എന്നാണ് വി ഡി സതീശൻ ഇന്നലെ കോഴിക്കോട്ട് പറഞ്ഞതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അദ്ദേഹം നേരത്തെ തന്നെ കേരളത്തിലെ ഈ സമീപകാലത്തെ കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ പരിഹാസ കഥാപാത്രമായി വി ഡി സതീശൻ മാറിയിരിക്കുന്നു എന്നുള്ളതൊരു വസ്തുതയാണ്. അങ്ങനെ കേരള രാഷ്ട്രീയത്തിലെ സമീപകാലത്തെ പരിഹാസ കഥാപാത്രമായി മാറിയ പ്രതിപക്ഷ നേതാവ് ഇത്തരത്തിലുള്ള ജൽപ്പനങ്ങളിലൂടെ സ്വയം അപഹാസ്യനാവുകയാണ് എന്നതാണ് വസ്തുത. മാത്രമല്ല, ഇന്നലത്തെ അവരുടെ മാർച്ചിനോടനുബന്ധമായി കൊലവിളിയാണ് നടത്തിയിരിക്കുന്നത്. ഈ കോഴിക്കോട് നഗരം പ്രബുദ്ധമായ നഗരമാണ്. മാത്രമല്ല, ഇവിടുത്തെ ഏത് രാഷ്ട്രീയ അഭിപ്രായമുള്ളവരായാലും ശരി, പൗരബോധമുള്ള ഒരു ജനതയാണ് കോഴിക്കോട്ടെ ജനത, കേരളത്തിലെ ജനത. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സുപ്രധാനമായ ഒരു രാഷ്ട്രീയ സ്ഥിരാകേന്ദ്രമായ കോഴിക്കോട് നഗരത്തിൽ ഒട്ടേറെ മാർച്ചും സമരങ്ങൾക്കുമെല്ലാം സാക്ഷ്യം വഹിച്ചിട്ടുള്ള നഗരമാണ് കോഴിക്കോട്. ദേശീയ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ കാലം മുതൽ എണ്ണമറ്റ ബഹുജന സമരങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച മഹാനഗരമാണ് കോഴിക്കോട്. ആ കോഴിക്കോട് നഗരത്തിൻ്റെ രാഷ്ട്രീയ അന്തരീക്ഷത്തെയും അതുപോലെ ഇവിടെ നഗരത്തിൻ്റെ പ്രബുദ്ധതയെയും പൗരബോധത്തെയും എല്ലാം അപഹസിക്കുന്ന, കൊഞ്ഞനം കുത്തുന്ന നിലപാടാണ് കോൺഗ്രസ് നേതൃത്വം ഇന്നലെ സ്വീകരിച്ചിരിക്കുന്നത്. കൊലവിളിയാണ്. ആർക്കെല്ലാം എതിരായിട്ടാ കൊലവിളി? ചില പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് കൊലവിളി, അതുപോലെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് കൊലവിളി. ഇതെല്ലാം നടപ്പിലാക്കി കളയാമെന്നാണോ ധരിക്കുന്നത്? ഈ പറഞ്ഞിട്ടുള്ള സതീശൻ ഉൾപ്പെടെ കോഴിക്കോട് നഗരത്തിൽ നടത്തിയിട്ടുള്ള ഈ പ്രഖ്യാപനങ്ങൾ
നടപ്പിലാക്കാൻ തൻ്റെ ഇടമുള്ളവരാണോ ഇവർ? അങ്ങനെ തൻ്റെ ഇടമുള്ളവരാണെങ്കിൽ ഒന്ന് രംഗത്ത് വരട്ടെ, കാണട്ടെ.